ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ പബ്ജിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ സെൻസിറ്റിവിറ്റി ഒക്കെ ഒന്ന് റെഡിയാക്കിയാണ്. അതിനുള്ള നമ്മുടെ സംശയങ്ങൾ നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പോൾ എന്തെല്ലാമൊക്കെ നിങ്ങൾക്കും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. കാരണം എനിക്കും കൂടുതലായിട്ട് അറിയില്ല. വീഡിയോ കണ്ടിട്ട് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പോകാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് പോയി तो സ്റ്റാർട്ടിങ് നൗ. സോ എല്ലാവരും പറയുന്നത് നമ്മുടെ ഈ റെഡ് ഡോട്ടും ഈ സ്കോപ്പിൻ്റെ ഇഷ്യൂ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. सब लोग बोल रहा है ये इशू ठीक कर सकता है क्या? ये इशू है ना, ये स्कोपिंग और TPPM का. तो सब लोग വീഡിയോ बना रहे हैं. വീഡിയോ ഉണ്ട്. അപ്പോൾ അവർ പറയണേ ക്യാമറ റൊട്ടേഷൻ വൈൽ ADS എനേബിൾ ചെയ്ത് ഡിസേബിൾ ചെയ്താൽ ഇത് റെഡി ആവുന്നതാണ്. നോക്കട്ടെ, നമുക്ക് എനേബിൾ ചെയ്ത് ഞാൻ ഡിസേബിൾ ചെയ്തു. ഓക്കെ, എവിടെ റെഡിയായില്ല. അപ്പോൾ അവരിടുന്ന വീഡിയോ ഫേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് കുറേ നോക്കി നടക്കണില്ല. എല്ലാ ജസ്റ്റ് ഞാൻ നോക്കിയാണ് വെറുതെ ചുമ്മാ അനുസരിച്ച് കറക്റ്റാണെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് സിംഗിൾ ഇട്ടിട്ട് എൻ്റെ റെഡോട്ട് കുറവിലാണ്. അതുകൊണ്ടാണ് എനിക്ക് തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനത് കുറച്ചിട്ടേക്കാണ്. കാരണം ഇത്രയും ഒരു വ്യൂവിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂവിൽ എനിക്ക് അടിക്കാൻ പറ്റണം ആദ്യം, എന്നിട്ട് വേണം ഇത്രയും പോകാൻ. അപ്പോൾ ഞാൻ അങ്ങനെ അധികം കുറച്ചിട്ടേക്കാണ് റെഡ് ഡോട്ടിൽ. നമ്മുടെ റെഡ് ഡോട്ടിൽ ഇതും കുറഞ്ഞിട്ടുമല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവം എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഫിക്സ് ചെയ്യാൻ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, എന്താ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും. പിന്നെ ഉള്ളത് എനിക്ക് ഇത്തിരി പ്രശ്നമുള്ളത് ഇതാണ്. ഇത് എങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് മാറുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെൻസിറ്റിവിറ്റി എൻ്റെ 85 ആയിരുന്നു TPP നോസ്കോപ്പ്. എൻ്റെ TPP നോസ്കോപ്പിൻ്റെ ADS സെൻസിറ്റിവിറ്റി എൻ്റെ 62 ആയിരുന്നു, 63 ആയിരുന്നു. ഞാൻ 85 ആക്കി. അപ്പോൾ ഞാനത് 80 ആക്കാൻ പോകുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കുറേ ആയി ചേഞ്ച് ചെയ്ത് കളിക്കുന്നു. പക്ഷെ എനിക്ക് കളിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് അത്ര ആക്യുറേറ്റ് ആയിരുന്നല്ലോ, എന്നാലും നമുക്ക് കളിക്കാൻ പറ്റും. കളിക്കാൻ പോകുന്നു. അപ്പോൾ കണ്ടോ, നമ്മുടെ കറക്റ്റ് കിട്ടാനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ എൻ്റെ കൈ അത്ര ഇപ്പം സ്മൂത്തല്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒന്നുകൂടെ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കളിക്കുകയെന്ന് കറക്റ്റ് എങ്ങനെ കളിക്കാം. ഓക്കെ, വലിയ പ്രശ്നം തോന്നില്ല. ഇങ്ങനെ മൂവി അടിക്കുമ്പോൾ നമ്മൾ ഈ പവർ എഴുതിയണ്ട. എൻ്റെ ജോയിസ്റ്റിക്കും പിന്നെ ഞാൻ ഇത്രയും കൂടിയിട്ട്, കാരണം എൻ്റെ തേർഡ് ലേഔട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയേക്കണം. അപ്പോൾ എനിക്കത് നമ്മൾ ഞെക്കുമ്പോൾ അത് പ്രശ്നമാവുന്നുണ്ട് ചെറുതായിട്ട് എനിക്ക്. പക്ഷേ അതും ശരിയാക്കേണ്ടി വരും.
കാരണം ഇത്രയും വലുതാക്കി ഇട്ടിട്ടും എന്താ നിൽക്കണുള്ളത് ശ്രദ്ധ സൈഡിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ മാച്ചിൽ എനിക്ക് വലുതായിട്ട് ഇത് തന്നെയില്ല, കാരണം ഞാൻ ആവശ്യമെങ്കിൽ മാത്രമേ ഇതിനെ പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങളും ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്താലേ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ PUBG എപ്പോഴും വേസ്റ്റായിട്ട് മാറും. ഇത് ഗെയിം പ്ലേ നമുക്കൊരു ഫ്രസ്ട്രേഷൻ തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എനിക്ക് ഗെയിമിനിപ്പോൾ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. എനിക്കിത് ഷോർട്ടിൽ അടിക്കാൻ കറക്റ്റ് കണ്ട ഒരു ദിവസം സ്പീഡിൽ അടിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ റാൻഡമായിട്ട് അടിക്കുന്നത്, കാരണം ഇവിടെ നിന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വരണമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഓർഡറിലെല്ലാം അടിക്കണം. ഒരു കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇവിടെ അടിക്കണം. അങ്ങനെ ഏതിനും പിന്നെ ഞാൻ കാണുന്നത് സൈറ്റ് ചെയ്യണം, അവിടെ ഞാൻ അടിക്കണം. അത്രേ ഉള്ളൂ. ഇതിലൂടെ ഇട്ടിടാം, നോക്കട്ടെ അങ്ങോട്ട്. ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ചാടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഈ ജോയ്സ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം തരുന്നത്. പിന്നെ ഈ 2 വിൻഡോ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ അടിച്ചു നോക്കാം. ഏത് വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ അടിക്കാൻ പറ്റുന്നത് നോക്കാം. അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി ഒന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാം. അത് കാണുമ്പോൾ നമ്മൾ അത്രയും സ്പീഡും ആക്യുറേറ്റ് ആയിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ആക്യുറസി കൂടുതലായിട്ട് സെറ്റ് ചെയ്യും. ജമ്പ് ചെയ്യാൻ നോക്കാം ഇങ്ങനെ. അതിൻ്റെ തിരിയുമ്പോൾ കണ്ട എനിക്ക് ഇത്രയും കണ്ട് ശ്രദ്ധിച്ചോട്ടാ. എന്താ നമുക്ക് ഈ ഹെഡ് വെച്ച് നോക്കാം. എന്താ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എൻ്റെ ഹാൻഡ് ഇപ്പോൾ സ്മൂത്തല്ല, അതുകൊണ്ട് ഞാൻ വലിയ ട്രൈ ചെയ്യാത്തതാണ്. എൻ്റെ കുറേ ഗെയിമൊക്കെ ഞാൻ കുറേ നേരം കളിച്ചിട്ടല്ല, കുറേയൊക്കെ സെൻസിറ്റീവ് മാറ്റി സെറ്റ് ചെയ്ത് വലുതായിട്ട് ലാഗിങ് ഒന്നുമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ജോയ്സ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വെച്ചേക്കുന്നത്, എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും സെറ്റ് ചെയ്യാം. ഓക്കെ.